കുടില തന്ത്രത്തിലൂടെ മഹാബലിയെ നിഷ്കാസനം ചെയ്ത നമ്മുടെ പ്രവൃത്തി ധർമ്മത്തിന് കളങ്കം ചാർത്തുന്നത് തന്നെയാണ്. ധർമ്മം ലംഘിക്കുന്നത് ആരായാലും അവരതിന്റെ ശിക്ഷ അനുഭവിക്കണം. ആ ശിക്ഷയിൽ നിന്ന് നമുക്ക് ഇളവേകാൻ ധർമ്മദേവതയ്ക്ക് സാധിക്കില്ല. ധർമ്മദേവതയുടെ ശാപം സർവാത്മന നാം സ്വീകരിക്കുകയായിരുന്നു. ഇപ്പോൾ ഭഗവാൻ പരമേശ്വരന്റെ അനുഗ്രഹത്താൽ നാം ശാപമോചിതനായിരിക്കുന്നു. അക്കാരണത്താൽ സന്തോഷിക്കുകയാണ് ഇത്തരുണത്തിൽ അഭികാമ്യം നാരദരെ. അങ്ങയുടെ വാക്കുകൾ നമ്മുടെ അജ്ഞത അകറ്റി ഭഗവാനെ. ധർമ്മദേവതയുടെ പ്രവൃത്തിയെ തെറ്റിദ്ധരിച്ചത് അവിവേകമെന്ന് നമുക്ക് ബോധ്യമായി. ധർമ്മദേവതകൾക്ക് മുന്നിൽ ഉച്ചനീചത്വങ്ങളില്ലെന്നും ദേവന്മാരും ദൈത്യന്മാരും മാനവരുമെന്ന് വിവേചനമില്ലെന്നും നാം അറിയുന്നു. ധർമ്മം വിജയിക്കട്ടെ. അങ്ങയുടെ അജ്ഞത അകന്നു എന്നറിയുന്നതിൽ നാം ആഹ്ലാദിക്കുന്നു. നമുക്ക് അർബുദത്തിൽ നിന്നും മോചനം നൽകിയ വാസുകി തീർത്ഥവും ഈ കാണുന്ന ക്ഷേത്രവും യുഗാന്തരങ്ങളോളം നിലനിൽക്കും. ഇനിമേൽ ഈ ക്ഷേത്രം ദർശിച്ച് പൂജാതി കർമ്മങ്ങൾ അനുഷ്ഠിച്ച് പ്രാർത്ഥിച്ചാൽ ഏത് കൊടിയ അർബുദവും നിശേഷം മാറുന്നതാണ്. നാരായണ നാരായണ. കരുണാവാരിധിയായി അങ്ങയുടെ ഈ അനുഗ്രഹം കാലങ്ങളോളം വാഴ്ത്തപ്പെടട്ടെ. അങ്ങനെ വാമനന് കൊടുത്ത വാക്ക് പാലിക്കാൻ സ്വന്തം രാജ്യവും ദേഹവും വെടിഞ്ഞ അസുര ചക്രവർത്തിയായിരുന്നു മഹാബലി. അദ്ദേഹം ജന്മം കൊണ്ട് അസുരനായിരിക്കാം, പക്ഷേ കർമ്മം കൊണ്ട് അതിസ്വാത്വികനായ ഒരു ദേവൻ തന്നെയായിരുന്നു മഹാമുനെ. അദ്ദേഹത്തെ ചവിട്ടി താഴ്ത്തരുതായിരുന്നു എന്ന് ആഗ്രഹിച്ചു പോകുന്നു. കൂട്ടരെ, ഭവിതവ്യം ഭവിത്യേവ. സംഭവിക്കേണ്ടത് സംഭവിക്കുക തന്നെ ചെയ്യും. എന്താ കനമൊഴി, വള്ളിയമ്മയും മീനാക്ഷിയൊന്നും ക്ഷേത്രദർശനത്തിന് വരാത്തത്? മുത്തശ്ശിക്ക് നല്ല സുഖമില്ലല്ലോ. മീനാക്ഷി ചേച്ചി പച്ചിലകൾ കൊണ്ട് ഒരു കഷായം തയ്യാറാക്കാണ്. തിരുമേനി ഉപദേശിച്ചനുസരിച്ച് ഒരു ശിവാലയ യാത്ര പോകാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ്. വളരെ നന്നായി. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ശിവാലയ ദർശനം നിങ്ങൾക്ക് അത്യന്താപേക്ഷിതമാണ്. ദുഃഖങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും ഒരു ശാശ്വത മോചനം വേണമല്ലോ. എന്തായാലും ബസുമതിക്ക് വരാൻ കഴിയില്ലല്ലോ. അവർക്ക് വേണ്ടി ഏറ്റവും അടുപ്പമുള്ളവർ പോയി ഭഗവാനെ കണ്ട് പ്രാർത്ഥിച്ചാലും മതി. ശിവാലയ യാത്ര വളരെ ക്ലേശകരമാണ്. യാത്ര അവസാനിപ്പിച്ച് മടങ്ങി വരണമെന്ന് തോന്നും. പാടില്ല. ശിവാലയ യാത്ര പൂർത്തിയാക്കിയിട്ടേ മടങ്ങാവൂ. അത്രയുള്ളൂ. മഹാഭക്തയായ മീനാക്ഷി ചേച്ചിയല്ലേ ഞങ്ങളെ നയിക്കുന്നത്. ക്ലേശങ്ങൾ എന്തും സഹിച്ച് ഞങ്ങൾ ശിവാലയ യാത്ര പൂർത്തീകരിച്ചിരിക്കും. മീനാക്ഷിയും സംഘവും ശിവാലയ ദർശനത്തിന് ഉടനെ യാത്രയാകുന്നു. ഈ വിവരം എത്രയും പെട്ടെന്ന് നീ ഭൈരവി അറിയിക്കണം. അറിയിക്കാം. കനിമൊഴിയെ സൗകര്യത്തിന് കൈകെട്ടാൻ കാത്തിരിക്കുകയാണ് ഭൈരവി. ശിവാലയ യാത്രാ വേള ഭൈരവിക്ക് പ്രയോജനപ്പെടും. എന്നാൽ എങ്ങനെയും ഭൈരവി വിവരം അറിയിച്ചിരിക്കണം. ഭൈരവി തരുന്ന പണത്തിൽ നിന്നും എന്റെ വിഹിതം തരാൻ മറക്കരുത്. കൊള്ളാം. പണിയെടുക്കാൻ വളർമതിയും വിഹിതം പറ്റാൻ ഗുണാളന്. നീ വാ.
അയ്യോ വേണ്ടമ്മേ, കിടന്നോളൂ. എന്താ വെള്ളിയമ്മ ഇത്? ഒരു ശുഭയാത്ര പോകുമ്പോ കരയാൻ പാടില്ലെന്ന് അമ്മയ്ക്കറിയില്ലേ? ഞാനും വസുമതിയും മീനാക്ഷിയും കുട്ടികളും ഒത്തുള്ള ഒരു ശിവാലയ ദർശന യാത്ര, അതായിരുന്നു മോളെ അമ്മയുടെ സ്വപ്നം. വസുമതിയെ കിടത്തിയതുപോലെ ദൈവം എന്നെയും വീഴ്ത്തിക്കളഞ്ഞില്ലേ? കരയാതെ മുത്തശ്ശി. ഇവർ ശിവാലയ ദർശനം കഴിഞ്ഞ് വരുമ്പോഴേക്കും മുത്തശ്ശി സുഖം പ്രാപിച്ചിരിക്കും. അത് കഴിഞ്ഞ് മുത്തശ്ശി സ്വപ്നം കണ്ടതുപോലെ നമ്മളെല്ലാരും കൂടി ഒരുമിച്ചുള്ളൊരു ശിവാലയ യാത്ര, അത് നടക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അത് നടക്കാൻ വേണ്ടി ഞങ്ങൾ ഉള്ളൂരുക്കി പ്രാർത്ഥിക്കാം മുത്തശ്ശി. ചേച്ചി എപ്പോഴാ വരുന്നത്? ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് തൃക്കടയൂർ ക്ഷേത്രത്തില് നാളെ ഒരു വഴിപാട് നേർച്ചയുണ്ട്. അത് കഴിഞ്ഞാലുടൻ ഞാൻ യാത്ര തിരിച്ചിരിക്കും. ഞങ്ങൾ പോകുന്ന വഴിക്കുള്ള 3ാമത്തെ ശിവക്ഷേത്രത്തിൽ ഞങ്ങൾ വിശ്രമിക്കും. നീ അവിടെ വന്നാ മതി. ശരി ചേച്ചി. മോളെ, വളരെ സൂക്ഷിച്ചു വേണം യാത്ര. മീനാക്ഷി ചേച്ചിയെ വിട്ട് എങ്ങോട്ടും പോകരുത്. നാവിലെപ്പോഴും ശിവപഞ്ചാക്ഷരി മന്ത്രം ഉണ്ടായിരിക്കണം. മോളെ, എന്റെ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് വസുമതിയുടെ കാര്യം വിട്ടുപോകരുത് കേട്ടോ. ഇല്ല മുത്തശ്ശി. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. യാത്രയിൽ നിങ്ങൾക്ക് ഒരു വിഷമതകളും ഉണ്ടാവില്ല. തൃക്കടയൂരപ്പൻ കൂട്ടിനുണ്ടാവും. പോയി വരും. അല്ല, വളർമതിയോ? ശിവ ശിവ, ഇന്ന് ദേഹണ്ണ പണിക്കൊന്നും പോയില്ലേ? ഞാൻ പോകുവോ പോകാതിരിക്കോ ചെയ്യും. അല്ല, ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. ചോദിക്കണ്ട. ക്ഷേത്രത്തിൽ തൊഴാൻ വന്നതാണെങ്കിൽ തൊഴുതിട്ട് പൊയ്ക്കോണം. കിന്നാരം ചോദിക്കാൻ വന്നേക്കുന്നു. ഭൈരവി കൊച്ചമ്മയോ? കണ്ടത് വളരെ നന്നായി. ഞാൻ തക്ക സമയത്ത് തന്നെയാണ് ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങിയത്. ഭൈരവി കൊച്ചമ്മയോട് പറയേണ്ട ഒരു അത്യാവശ്യ കാര്യമുണ്ടായിരുന്നു. എന്താ വളർമതി? മീനാക്ഷി പൂങ്കൊടിയും കൂട്ടി ശിവാലയ ദർശനത്തിന് പോയിരിക്കുകയാണ്. ഒപ്പം കനിമൊഴിയും ഉണ്ട്. വള്ളിത്തള്ളയെ കെട്ടിയെടുത്തില്ലേ? ഇല്ല, തള്ള പൂങ്കൊടിയുടെ കുടിലിൽ ഒറ്റയ്ക്കാണ്. ഭൈരവി കൊച്ചമ്മയ്ക്ക് സുവർണാവസരമാണ് കൈവന്നിരിക്കുന്നത്. ആധാരം തള്ളയുടെ പക്കലുണ്ടല്ലോ, അതും കൈക്കലാക്കി തള്ളയും പിടിച്ചു കെട്ടിക്കൊണ്ടു പോയാൽ കാര്യം നടന്നു. തറവാടും പറമ്പും ഏകാംബരം ചേട്ടന്റെ പേരിൽ എഴുതി പിടിപ്പിച്ച് തള്ളയെ കൊണ്ട് കയ്യൊപ്പ് ചാർത്തിച്ചാ പോരെ? അത് നടക്കില്ല വളർമതി. ആ തള്ളയെ തല്ലിക്കൊന്നാലും കയ്യൊപ്പ് ചാർത്തി തരില്ല. ആ തള്ളയുടെ ഒരേ ഒരു ദൗർബല്യം കനിമൊഴിയാണ്. അവളെ തട്ടിക്കൊണ്ടുപോയി അവളുടെ ജീവൻ വെച്ച് വിലപേശിയാലേ തള്ളയെ അനുസരിക്കൂ. അതിനും അനുകൂല സാഹചര്യമാണല്ലോ. കനിമൊഴിക്കൊപ്പം വള്ളിത്തള്ളയില്ലാത്ത അവസരം അന്യനാടും. മല്ലന്മാരെയും കൂട്ടിക്കൊണ്ടുപോയി ഭൈരവി കൊച്ചമ്മ ഒന്ന് മെനക്കെട്ട കാര്യം നടക്കും. ഞാൻ എന്റെ ഭർത്താവുമായിട്ടൊന്ന് ആലോചിക്കട്ടെ. എന്തായാലും എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ വിലപ്പെട്ട ഒരു വാർത്തയാ നിന്നിൽ നിന്ന് കിട്ടിയിരിക്കുന്നത്. ഓ, നന്ദിയുണ്ട് വളർമതി. എന്നാ ചെല്ലട്ടെ. ചെന്നിട്ട് ഒത്തിരി പണിയുള്ളതാ. ശരി.
അതെ അതെ, ഒന്ന് എണീക്ക്. ആ, ഞാനൊന്ന് മയങ്ങിപ്പോയി. നിങ്ങൾക്ക് മയങ്ങിയും ഉറങ്ങിയും ഇവിടെ കഴിഞ്ഞാൽ മതിയല്ലോ. നിങ്ങളുടെ അമ്മയുടെ തറവാട് നിങ്ങളുടെ പേരിൽ വ്യവസ്ഥ ചെയ്യിക്കാൻ നിങ്ങളല്ലേ ഓടി നടക്കേണ്ടത്. ഞാൻ ഓടി നടന്നിട്ട് ഒരു പ്രയോജനവും ഇല്ല ഭൈരവി. പുരുഷനാണത്രേ, എന്റെ തലവിധി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. എന്തായാലും ഭർത്താവായി പോയില്ലേ. ഇപ്പോഴത്തെ സാഹചര്യം വല്ലതും നിങ്ങൾക്കറിയാമോ? നിങ്ങളുടെ ആ അനന്തരവളും ആ മീനാക്ഷിയും ഇപ്പൊ തൃക്കടയൂർ ക്ഷേത്രത്തിലില്ല. അവരെവിടെ പോയി? ഞാൻ വരുന്ന വഴിക്ക് വളർമതിയെ കണ്ടിരുന്നു. അവളാ പറഞ്ഞത് അവര് ശിവാലയ ദർശനത്തിന് പോയിരിക്കുകയാണെന്ന്. ശിവാലയ ദർശനത്തിന് പോയിരിക്കുന്നു. സാഹചര്യം നമുക്ക് അനുകൂലമാണല്ലോ ഭൈരവി. നമ്മുടെ പ്രധാന ഇരയായ കനിമൊഴിയും ഒപ്പം നമ്മുടെ പദ്ധതികൾ തകർത്തുകൊണ്ടിരിക്കുന്ന മീനാക്ഷിയും, രണ്ടിനെയും ഒരുമിച്ച് അവസാനിപ്പിക്കാൻ ഇതിനേക്കാൾ പറ്റിയ സന്ദർഭം ഇനി കിട്ടാനില്ല. ഞാനും ആലോചിക്കുന്നത് അതിനെക്കുറിച്ച് തന്നെയാ. ശിവാലയ ദർശനത്തിന് പല കൂട്ടരും വർഷം തോറും പോകാറുണ്ട്. അവരെ പിന്തുടർന്നാൽ മീനാക്ഷിയും കനിമൊഴിയും കണ്ടുപിടിക്കാം. അധികം ജനവാസമില്ലാത്തതും ഒറ്റപ്പെട്ടതുമായ വഴികളിലൂടെ ആയിരിക്കും ശിവാലയ യാത്ര. ബലമായി പിടിച്ചുകൊണ്ടുപോയി തല്ലിക്കൊന്ന് കൊക്കയിലെറിഞ്ഞാൽ ആരും അറിയാൻ പോകുന്നില്ല. എങ്കിൽ നമുക്ക് ആ വഴിക്ക് നീങ്ങാം. നിങ്ങൾ പോയി കളരി അഭ്യാസികളും ബലവാന്മാരുമായ 2 മല്ലന്മാരെ കൂട്ടിക്കൊണ്ടുവരിക. പണം കൊടുത്താൽ സ്വന്തം പെറ്റമ്മയെ പോലും കൊല്ലാൻ മടിക്കാത്ത മല്ലന്മാരെ എനിക്കറിയാം. എങ്കിൽ ക്ഷണത്തിൽ പോയി കൂട്ടിക്കൊണ്ടുവരിക. शंभो महादेव शंभो महादेव शंकर गिरिजारमण शंभो महादेव शंकर गिरिजारमण शंभो महादेव शंभो महादेव शंभो महादेव शरणागत जनरक्षक शंभो महादेव शरणागत जनरक्षक शंभो महादेव शरणागत जनरक्षक शंभो महादेव മുത്തശ്ശി, നീ ഇറങ്ങിയോ?
വേണ്ട വേണ്ട, കിടന്നോളൂ. എന്താ കുട്ടി കരയണേ? ശിവാലയ യാത്രയ്ക്ക് ഇറങ്ങണത് കണ്ണീരുമായിട്ടാണോ? മുത്തശ്ശിയും വസുമതി ചേച്ചിയും ഇവിടെ തനിച്ചല്ലേ ഉള്ളൂ. അതോർക്കുമ്പോഴ ശിവാലയ യാത്രയ്ക്ക് പോണെന്ന് തീരുമാനിച്ചിട്ട് അത് വേണ്ടെന്ന് വെക്കാമോ മുത്തശ്ശി? വേണ്ടെന്ന് വെക്കാനോ? വഴിയിലുള്ള മൂന്നാമത്തെ ക്ഷേത്രത്തിൽ മീനാക്ഷിയും പൂങ്കൊടിയും നിന്നെ കാത്തിരിക്കില്ലേ? നീ ചെല്ലാതിരുന്നാൽ നിനക്കെന്തോ ആപത്ത് പിണങ്ങിയിട്ടുണ്ടെന്ന് ശങ്കിച്ച് അവർ മടങ്ങിപ്പോരില്ലേ കുട്ടി? ശിവാലയ യാത്രയ്ക്ക് പോകാൻ നിനക്ക് വളരെ ഉത്സാഹമായിരുന്നല്ലോ. പിന്നെന്താ ഒരു മനം മാറ്റം? നീ ഞങ്ങളെ ഓർത്ത് വിഷമിക്കണ്ട. ക്ഷേത്രത്തിൽ വരാറുള്ള നളിനിയേട്ടത്തിയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇടയ്ക്ക് വന്ന് നിങ്ങളുടെ രണ്ടുപേരുടെയും കാര്യം നോക്കാൻ. അവര് വരാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. പിന്നെന്താ നിനക്ക് വിഷമം? പെട്ടെന്ന് പോകാൻ നോക്ക്. മീനാക്ഷിയും പൂങ്കൊടിയും മൂന്നാമത്തെ ക്ഷേത്രത്തിൽ എത്തിയിട്ടുണ്ടാകും. അവർ നിന്നെ കാത്തിരിക്കുകയാവും. ഞാൻ ഇറങ്ങാണ് മുത്തശ്ശി. സൂക്ഷിച്ചു പോകണം. അവരുമായിട്ട് സംഗമിക്കുന്നത് വരെ വഴിയിലെങ്ങും തങ്ങരുത്. പഞ്ചാക്ഷരി ഉരുവിടാനും മറക്കരുത്. മീനാക്ഷിയുമായി കൂട്ടുപിരിയാതിരിക്കാൻ നീയും പൂങ്കൊടിയും ശ്രദ്ധിക്കണം. ഭഗവാനെ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ. കാത്തോളേ. ഓം നമഃ ശിവായ. എന്താ ഭൈരവി രാവിലെ തന്നെ നമ്മെ കാണാൻ വന്നത്? അമ്മാമ്മേ, എന്റെ ശത്രു ആ നശിച്ച ജന്മം കനിമൊഴി അവൾ ക്ഷേത്രത്തിൽ വന്നിട്ടുണ്ട്. ദർശനം കഴിച്ച ശേഷം ശിവാലയ യാത്രയ്ക്ക് പോകാനാ അവളുടെ പദ്ധതി. എങ്ങനെയും അവളുടെ ശിവാലയ യാത്ര മുടക്കണം അമ്മാമ്മേ. അതിന് എനിക്ക് അമ്മാമ്മയുടെ സഹായം ഉണ്ടാവണം. മീനാക്ഷിയും പൂങ്കൊടിയും വന്നിട്ടില്ലേ? ഇല്ല, അവർ ശിവാലയ യാത്രയ്ക്ക് പുറപ്പെട്ടു കഴിഞ്ഞല്ലോ. ക്ഷേത്ര ദർശനം കഴിച്ച ശേഷം കനിമൊഴിയും അവരോടൊപ്പം ശിവാലയ യാത്രയ്ക്ക് പോകും. കനിമൊഴിയുടെ ശിവാലയ യാത്രയാണ് മുടക്കേണ്ടത്. നമുക്ക് ആ മുടിഞ്ഞ ജന്മമായ പൂങ്കൊടിയോടാണ് വൈരാഗ്യം. അവളുടെ ശിവാലയ യാത്രയാണ് മുടങ്ങേണ്ടിയിരുന്നത്. അവൾ പോയി കഴിഞ്ഞല്ലോ അമ്മാമ്മേ. കനിമൊഴിയുടെ യാത്ര എങ്ങനെയും മുടക്കണം. അതിന് ഒരു വഴി കണ്ടെത്തണം. അമ്മാമ്മ തന്നെ അതിനൊരു ഉപായം കണ്ടെത്തണം. ഒരു വഴിയുണ്ട്. കനിമൊഴിയെ മോഷണക്കുറ്റത്തിൽ കുടുക്കുക. മഹാരാജൻ ക്ഷേത്രത്തിന് സമർപ്പിച്ച രത്നഹാരം
ഇന്ന് അറയിൽ നിന്നും പുറത്തെടുക്കുന്നുണ്ട്. പൂജ കഴിഞ്ഞ ശേഷം മേൽശാന്തി ആ ഹാരം നമ്മെ തിരിച്ചേൽപ്പിക്കും. ആ രത്നഹാരം കനിമൊഴിയുടെ പക്കൽ എത്തിക്കണം. എങ്ങനെ? ആ, നമുക്ക് പിന്നെ സംസാരിക്കാം. പൂജയ്ക്കുള്ള സമയമായി. അറയിൽ നിന്നും രത്നഹാരമെടുത്ത് തന്നാട്ടെ. ശരി.